السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, ബഹുമാന്യ പണ്ഡിതൻ അശ്ശൈഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഉന്നത പണ്ഡിത സഭയിലെ അംഗവും ഇരു ഹറമുകളിലെയും മുദരിസുമായ പണ്ഡിതനാണ് അദ്ദേഹം, ഹഫിളഹുല്ലാഹ്. അദ്ദേഹം രചിച്ച അൽ ആദാബുൽ അശറ, 10 ഇസ്ലാമിക മര്യാദകൾ എന്ന ചെറിയ റിസാലയാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ആദാബുൽ അശറ, 10 മര്യാദകൾ എന്ന ഈ കിതാബിൽ 10 കാര്യങ്ങളാണ് ഷെയ്ഖ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അദബുസ്സലാം, സലാം പറയുന്നതിൻ്റെ മര്യാദ അഥവാ ഇസ്ലാമിക അഭിവാദ്യം. രണ്ടാമത്തേത് അദബുൽ ഇസ്തിഇദാൻ, സമ്മതം ചോദിക്കലുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മര്യാദ. 3 അദബു ത്വആം, ഭക്ഷണ മര്യാദ. 4 അദബുൽ കലാം, സംസാര മര്യാദ. 5 അദബുൻ നൗം, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദ. 6 അദബുൽ ഉതാസ്, തുമ്മലുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദ. 7 അദബു തസാഉബ്, കോട്ടുവായയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദ. 8 അദബുൽ മജ്ലിസ്, സദസ്സിൽ പാലിക്കേണ്ട മര്യാദ. 9 അദബു ത്വരീഖ്, വഴിയിൽ പാലിക്കേണ്ട മര്യാദ. 10 അദബുൽ ലിബാസ്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട മര്യാദ. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അനിവാര്യമായ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളാണ് ഷെയ്ഖ് ഈ റിസാലയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അദബുൻ എന്ന അറബി വാക്കിൻ്റെ ബഹുവചനമാണ് ആദാബുൻ അഥവാ മര്യാദകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ പ്രത്യേകതയാണ് ഏത് വിഷയത്തിലും അതിൻ്റേതായ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ദീനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സൂചിപ്പിച്ച 10 കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ. നമ്മുടെ നിത്യജീവിതത്തിൽ നേരം പുലർന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ദിനേന എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണിവ.
അതിൽ തന്നെ ധാരാളം മസ്അലകൾ, ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പ്രാവർത്തികമാക്കാനുണ്ട്. മുൻഗാമികൾ വിജ്ഞാനം നേടുന്നതിന് മുന്നേ, അഥവാ ഇൽമ് പഠിക്കുന്നതിന് മുന്നേ അദബ് പഠിക്കണം എന്ന് വസിയത്ത് നൽകിയതായി നമുക്ക് കാണാം. അദബ്, മര്യാദ എന്നത് അത് പഠിച്ചെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ വിഷയത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹം തബഉ താബിഈങ്ങളിൽ പ്രമുഖനാണ്. ഇബ്നുൽ മുബാറക് എന്ന് പലപ്പോഴും നമ്മൾ കേട്ട് കാണും. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കാദൽ അദബു അൻ യകൂന സുലുസൈദ്ദീൻ. പരിശുദ്ധ ഇസ്ലാം മൂന്നായി വീതിച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ 2 ഭാഗവും അദബ് ആയിത്തീരാനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദീൻ മുഴുവനും വലിയൊരു ഭാഗം അദബാണ്, മര്യാദയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു മഹത്തരമായ വാക്ക് നമുക്ക് കാണാം. നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബി അഹ്വജു മിന്നാ ഇലാ കസീരിൻ മിനൽ ഇൽം. ധാരാളം ഇൽമ് നേടുന്നതിനേക്കാൾ കുറച്ചെങ്കിലും അദബ് നേടാൻ ആവശ്യക്കാരാണ് നമ്മൾ ഓരോരുത്തരും. എന്ന് പറഞ്ഞാൽ ഒരുപാട് വിജ്ഞാനം നേടുന്നതിലല്ല കാര്യം. ഇൽമിന് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ആ ഇൽമ് നേടുന്നതിനോടൊപ്പം അദബ്, മര്യാദ എന്നതാണ് നമുക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഒരുപാട് പഠിച്ചു എന്ന് വിചാരിക്കുക, ഇൽമുണ്ട്, അറിവുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാക്കേണ്ട മര്യാദ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഇൽമ് നമുക്ക് തന്നെ എതിരായിത്തീരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു വാക്ക് കാണാം. തലബ്തുൽ അദബ 30 സനതൻ വതലബ്തുൽ ഇൽമ 20 സനതൻ. 30 വർഷക്കാലം ഞാൻ അദബ്, മര്യാദ പഠിക്കുകയുണ്ടായി. ശേഷം 20 വർഷം ഇൽമും പഠിച്ചു. സുബ്ഹാനല്ലാഹ്. 30 വർഷം ചെലവഴിച്ചത് അദബ് പഠിക്കാനാണ്. ഉലമാക്കളുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ വലിയ ഇമാമിയങ്ങളുടെ, പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്ന് അദബ് പഠിച്ചു എന്നാണ്. 30 വർഷത്തോളം. സഹോദരങ്ങളെ, നമ്മൾ എത്ര പഠിക്കണം, നമ്മൾ എത്ര കണ്ടു പഠിക്കണം. ഈ പറയുന്നത് ആരാണ്? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. തബഉ താബിഈയായ ഒരു മഹാനായ പണ്ഡിതനാണ് ഈ പറഞ്ഞത്. അദ്ദേഹം നല്ല കാലഘട്ടത്തിൽ, ഉത്തമ സമുദായത്തിൽ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ സമീപത്ത് മുഴുവനും ഉലമാക്കളാണ്, ഫുഖഹാക്കളാണ്, അറിയപ്പെട്ട ഇമാമിങ്ങളാണ്. അദ്ദേഹം 30 വർഷം അദബ് പഠിച്ചു എങ്കിൽ നമ്മൾ എത്ര വർഷം പഠിക്കണം, എത്ര കൊല്ലം പഠിക്കണം? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വകാനു, അവർ അഥവാ മുൻഗാമികൾ, സലഫുകൾ, താബിഈങ്ങളും തബഉ താബിഈങ്ങളും അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ യത്ലുബൂനൽ അദബ ഖബ്ലൽ ഇൽം. അവർ ഇൽമ് നേടുന്നതിന് മുന്നേ അദബ് നേടുമായിരുന്നു, അദബ് പഠിക്കുമായിരുന്നു. വേറെ ചില മുൻഗാമികളിൽ നിന്നും നമുക്ക് കാണാം, മകനെ വിളിച്ചുകൊണ്ട് വസിയത്ത് കൊടുക്കുന്നു, യാ ബുനൈ, എൻ്റെ മോനെ, ഇഅ്തിൽ ഫുഖഹാഅ വൽ ഉലമാഅ വതഅല്ലം മിൻഹും. നീ ഫുഖഹാക്കളിലേക്ക്, അഥവാ നല്ല അഗാധ പാണ്ഡിത്യമുള്ള, വിജ്ഞാനമുള്ള അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ചെല്ലുക. എന്നിട്ട് അവരിൽ നിന്നും ദീൻ പഠിക്കുക. വഖുദ് മിൻ അദബിഹിം വഅഖ്ലാഖിഹിം വഹദീഹിം. അവരിൽ നിന്നും അവരുടെ മര്യാദകൾ നീ പഠിച്ചെടുക്കുക, അവരുടെ സൽസ്വഭാവങ്ങൾ നീ പഠിച്ചെടുക്കുക, അവരുടെ ചര്യകൾ നീ പഠിച്ചെടുക്കുക. ഫഇന്ന ദാക അഹബ്ബു ഇലയ്യ ലക മിൻ കസീരിൻ മിനൽ ഹദീസ്. ഇതാണ് നീ ധാരാളം ഹദീസുകൾ
പഠിക്കുന്നതിനേക്കാൾ നിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. സലഫുകൾ മക്കൾക്ക് കൊടുക്കുന്ന വസിയ്യത്താണ്. ഫുഖഹാക്കളുടെ ഉലമാക്കളുടെ അടുക്കൽ നിന്നും അവരുടെ അദബുകൾ, മര്യാദകൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇത് വലിയ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അദബുള്ളവരായിരിക്കണം. കാരണം നമ്മളെ ഓരോരുത്തരെയും കണ്ട് പഠിക്കാൻ, പിൻപറ്റാൻ ആളുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെങ്കിലും നമ്മെ കണ്ട് പഠിക്കേണ്ടവരാണ്. പുറമേക്ക് ഇറങ്ങുന്ന ആളുകളുടെ കാര്യം അതുവേറെ. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. അദാബ്, മര്യാദകൾ എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന ആയത്ത് വിശദീകരിക്കവേ, ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക, അതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും. അദ്ദേഹം പറഞ്ഞു, അദ്ദിബൂഹും വഅല്ലിമൂഹും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ ഉദ്ദേശം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അദ്ദിബൂഹും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അദബ് പഠിപ്പിക്കുക, മര്യാദ പഠിപ്പിക്കുക. വഅല്ലിമൂഹും, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ആയത്ത് സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണിത്. നമ്മുടെ സ്വന്തത്തെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് അല്ലാഹു തആല വിളിച്ചു പറഞ്ഞ ആയത്താണിത്. ആ ആയത്തിന്റെ തഫ്സീറിൽ സഹാബി പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അദ്ദിബൂഹും, അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ മര്യാദകൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. വഅല്ലിമൂഹും, അതോടൊപ്പം ദീനി വിജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുക. അദബും ഇൽമും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. നേരത്തെ നമ്മൾ കേട്ട വാചകങ്ങളിലൊക്കെ അതാണ്. ഇൽമിനേക്കാൾ അദബ് ആദ്യം പഠിക്കാൻ, ഇൽമിനേക്കാൾ അദബ് ആദ്യം പഠിക്കാനാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ സലഫുകളിൽ ചിലർ പറയാറുണ്ട്, മൻ അദ്ദബ ഇബ്നഹു സഗീറൻ ഖറത് ബിഹി ഐനുഹു കബീറൻ, ആരെങ്കിലും തൻ്റെ മകനെ ചെറിയ പ്രായത്തിൽ അദബ് പഠിപ്പിച്ചാൽ, മര്യാദ പഠിപ്പിച്ചാൽ, ആ മകൻ വലുതായാൽ അവന് കൺകുളിർമ നൽകും. ആ മകൻ വലുതായാൽ അവന് കൺകുളിർമ നൽകും. ആ മകൻ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. ആ മകന്റെ കാര്യമോർത്ത് പ്രയാസപ്പെടേണ്ടി വരികയില്ല, ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ചുരുക്കം. ചെറിയ പ്രായത്തിൽ തന്നെ അദബ് പഠിപ്പിക്കാൻ സലഫുകൾ പറയുകയാണ്. ചെറുതും വലുതുമായ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഇക്കാര്യം ശ്രദ്ധിക്കണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഭാര്യയോട്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്ക് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ്, സ്വഭാവം എന്നത് പരിശുദ്ധ ഖുർആനാണ്. അഥവാ ഖുർആനിലെ കൽപ്പനകളും വിധിവിലക്കുകളും ഖുർആനിലെ വിരോധങ്ങളും ഇതെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ പറഞ്ഞു, മര്യാദ, അദബ് എന്നത് ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ സ്വന്തം നഫ്സിനോട്, അതുപോലെ ജനങ്ങളോട്. അള്ളാഹുവിനോടുള്ള അദബ്, മര്യാദ എന്ന് പറഞ്ഞാൽ റബ്ബിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റസൂലായി അംഗീകരിക്കുകയും അവിടുത്തെ സുന്നത്തനുസരിച്ച് ജീവിക്കുകയും അവിടുന്ന് പറഞ്ഞത് സത്യപ്പെടുത്തുകയും പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കുക എന്നതാണ്.
സ്വന്തത്തോടുള്ള മര്യാദകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ആദാബുകൾ, മര്യാദകൾ, അത് പാലിച്ച് ജീവിക്കുക എന്നതാണ്. കാരണം നമ്മൾ എന്തൊരു നന്മ ചെയ്തുവോ അത് നമ്മളാണ് അതിൻ്റെ പ്രതിഫലം കാണേണ്ടത്. അതേപോലെ നമ്മൾ എന്തൊരു തെറ്റ് ചെയ്തുവോ അതിൻ്റെ തിക്തഫലവും നമ്മൾ ഓരോരുത്തരുമാണ് അനുഭവിക്കേണ്ടത്. ഈ ശരീരവും ഈ ആത്മാവും തന്നെയാണ് നന്മയായാലും തിന്മയായാലും പ്രതിഫലം ഏറ്റുവാങ്ങേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തത്തോട് നമുക്ക് ബാധ്യതയുണ്ട്, മര്യാദയുണ്ട്. അത് നമ്മൾ പാലിക്കണം. അതിനുശേഷം പിന്നെ ജനങ്ങളോടാണ്, നമ്മളല്ലാത്ത ആളുകളോടാണ്. അഥവാ നമ്മുടെ കൂടെയുള്ളവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ജോലിസ്ഥലത്തുള്ളവർ, സഹജീവികൾ, സഹപാഠികൾ, ഇങ്ങനെ തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള ആളുകളോടെല്ലാം നമുക്ക് മര്യാദയുണ്ട്. അത് മുസ്ലിമിനോടായാലും ശരി, കാഫിറിനോടായാലും ശരി, എല്ലാവരോടും മര്യാദകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മര്യാദ, സൽസ്വഭാവം എന്നതെല്ലാം മഹാനായ താവൂസ് റഹിമഹുല്ലാ എന്ന താബിഈ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്ന ഹാദിഹിൽ അഖ്ലാഖ മനാഇഹു, തീർച്ചയായും ഈ സൽസ്വഭാവം, ഈ മര്യാദകൾ, സ്വഭാവ മേന്മകൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുന്ന അവൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. യംനഹുഹ അല്ലാഹു അസ്സ വജല്ല മൻ യശാഉ മിൻ ഇബാദിഹി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ നൽകുക. ഫഇദാ അറാദ അല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, മനഹഹു മിൻഹാ ഖുലുഖൻ സാലിഹൻ, നല്ല സ്വഭാവം, സൽസ്വഭാവം, നല്ല മര്യാദകൾ, സ്വഭാവ ഗുണമേന്മകൾ അല്ലാഹു തആല ആ അടിമക്ക് ഔദാര്യമായി നൽകും. അത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, റബ്ബ് നൽകേണ്ടതാണ്. അള്ളാഹുവിനോട് അത് ചോദിച്ച് നമ്മൾ വാങ്ങേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാണ്, അള്ളാഹുവേ നീ എൻ്റെ സ്വഭാവം നന്നാക്കി തരണേ, നീ എൻ്റെ രൂപം, സൃഷ്ടിപ്പ് നന്നാക്കി തന്നതുപോലെ. അതുപോലെ തന്നെ വേറെയും പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണ് അദബ്, മര്യാദ, സൽസ്വഭാവം എന്നതൊക്കെ. സഹോദരങ്ങളെ, ഇനി ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ റിസാലയിലേക്ക് കടക്കാം. അദ്ദേഹം ഈ റിസാല ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 3 നാമങ്ങൾ അതിലുണ്ട്. അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം. അള്ളാഹു എന്നത് ഇസ്മുൽ ജലാല, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്ത്, അവനാണ് ഇലാഹ്, അവൻ മാത്രമാണ് ഇലാഹ്, അവനല്ലാത്ത ഒരു ഇലാഹില്ല, അഥവാ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നത് അറിയിക്കുന്ന വാക്കാണ്, നാമമാണ് അള്ളാഹു എന്ന നാമം. ഈ നാമത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അടക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അർ റഹ്മാൻ അർ റഹീം എന്ന് വന്നത്. അർ റഹ്മാൻ എന്നത് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്. അവൻ്റെ കാരുണ്യമെന്നത് അവൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവനാണ് അള്ളാഹു. അർ റഹീം എന്ന വാക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അറിയിക്കുന്ന നാമം തന്നെയാണ്. എന്നാൽ അർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ സൃഷ്ടികളിലേക്ക് അവൻ എത്തിക്കും. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ചുരുക്കി പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള,
സൃഷ്ടികൾക്ക് കാരുണ്യം ചൊരിഞ്ഞു നൽകുന്ന, ആരാധനക്ക് അർഹതയുള്ള ഏകനായ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ആരംഭിക്കുന്നു. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഈ കിതാബ് വായിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വായനയാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഒരാൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു. ഭക്ഷിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണോ ചെയ്യുന്നത് അതാണ് ആ ബിസ്മിയുടെ സന്ദർഭത്തിൽ ഉദ്ദേശിക്കപ്പെടുക. ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യഅലം നീ അറിയുക, യഅലം നീ അറിയുക. യഅലം എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന വാക്കാണ് ഇഅ്ലം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, അതിനാൽ താങ്കൾ അറിയുക, താങ്കൾ പഠിക്കുക, താങ്കൾ മനസ്സിലാക്കുക. ശേഷം പറയുന്ന വാക്കെന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർച്ചയായും അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. ഇങ്ങനെ വേറെയും കാണാം, വഅലമു, യഅലമു എന്നെല്ലാം അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം പറയാൻ പോകുന്ന വാക്കുകൾ, കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്കത് കാണാം. ഇഅ്ലം, നീ അറിയുക. ഹദാനില്ലാഹു വ ഇയ്യാക ലിഅഹ്സനിൽ അഖ്ലാഖ്. ഇഅ്ലം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ഹദാനില്ലാഹു വ ഇയ്യാക ലിഅഹ്സനിൽ അഖ്ലാഖ്. അല്ലാഹു തആല എനിക്കും നിനക്കും ഏറ്റവും നല്ല സൽസ്വഭാവത്തിലേക്ക് മാർഗദർശനം നൽകുമാറാവട്ടെ. ഇത് ഉലമാക്കളുടെ ഒരു രീതിയാണ്. ഇവിടെ ഷെയ്ഖ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വായനക്കാർക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. പണ്ഡിതന്മാർ ഈ ഒരു ശൈലിയെക്കുറിച്ച് പറഞ്ഞു, ഒരു പ്രബോധകന് ഒരു നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആരോടാണോ സംസാരിക്കുന്നത്, ആരോടാണോ പറയുന്നത്, ആർക്കാണോ ദഅവത്ത് ചെയ്യുന്നത്, അവരോട് ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം. അവർക്കിത് ഉപകാരപ്പെടണം, അവർക്കിതുകൊണ്ട് ഗുണം ലഭിക്കണം, അവർക്ക് അല്ലാഹു തആല ഇതുകൊണ്ട് മാർഗദർശനം നൽകണം എന്നിങ്ങനെയുള്ള നസീഹത്ത്, ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ രീതിയാണ്. അവർ തങ്ങളുടെ സമുദായത്തോട് അങ്ങേയറ്റത്തെ നസീഹത്തുള്ള ആളുകളായിരിക്കും. ആ നബിമാരുടെ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഉലമാക്കളും അതേ ശൈലി തന്നെയാണ് പിന്തുടർന്നു വരുന്നത്. അഥവാ ആരോടാണോ പറയുന്നത്, ആരോടാണോ നന്മ കൽപ്പിക്കുന്നത്, അവരോട് നസീഹത്തുള്ള ആളുകളാണവർ. അല്ലാഹു തആല നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യഅലം ഹദാനില്ലാഹു വ ഇയ്യാക ലിഅഹ്സനിൽ അഖ്ലാഖ്. നീ അറിയുക, അല്ലാഹു തആല എനിക്കും നിനക്കും ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് മാർഗദർശനം നൽകട്ടെ, അഥവാ ഏറ്റവും നല്ല സ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. അന്ന മിൻ അഅ്ളമിൽ ആദാബി അശറതൻ. തീർച്ചയായും മര്യാദകളിൽ ഏറ്റവും മഹത്തരമായത്, പ്രധാനപ്പെട്ടത് 10 മര്യാദകളാണ്. ഇസ്ലാമിക മര്യാദകൾ എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളക്കണക്കിനുണ്ട്. വ്യത്യസ്ത ബാബുകൾ അതിനുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ മേഖലകളിലും മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം മര്യാദകൾ അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ 10 മര്യാദകളാണ് ഷെയ്ഖ് ഈ റിസാലയിൽ സൂചിപ്പിക്കാൻ പോകുന്നത്.
മര്യാദകൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, രണ്ട് പടികളുണ്ടതിന്. ഒരു മര്യാദ എന്നത് ഒന്നല്ലെങ്കിൽ ശർഈയായി ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടതായിരിക്കും. ശർഈൽ സ്ഥിരപ്പെട്ട മര്യാദയായിരിക്കും. അതിനെ മര്യാദയായി പഠിപ്പിക്കപ്പെടും. അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിൽ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കിതാബിലും സുന്നത്തിലും വന്ന ശർഈൽ പഠിപ്പിക്കപ്പെട്ട മര്യാദയാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ ഒരു രൂപം എന്നത് നാട്ടിൽ ശർഈന് വിരുദ്ധമല്ലാത്ത ചില മര്യാദകൾ ഉണ്ടാകും. നാട്ടിൽ നടന്നു വരുന്ന ചില മര്യാദകൾ, അത് ശരീഅത്തിന്, ശർഈന്, ഖുർആനിനോ സുന്നത്തിനോ വിരുദ്ധമാവാത്തതാണെങ്കിൽ അതിനെയും മര്യാദ എന്ന് പറയപ്പെടാറുണ്ട്. അത് അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിക്കുകയും ചെയ്യാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ മര്യാദയായിരിക്കും, ഓരോ രൂപമായിരിക്കും ചില കാര്യങ്ങൾക്ക്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സാധാരണ വിരുന്ന് പോയാൽ ആദ്യം കൊടുക്കുക എന്താണ്? എന്താ കൊടുക്കുക? വെൽക്കം ഡ്രിങ്ക് കൊടുക്കും അല്ലേ? ലൈം ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ജ്യൂസോ കാപ്പിയോ ചായയോ ആയിരിക്കും കൊടുക്കുക. എന്നാൽ വേറെ ചില നാടുകളിൽ, ഇപ്പൊ അറബ് നാടുകളിലൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോലത്തെ ലൈം ജ്യൂസ് കൊടുക്കുക എന്നുള്ളത് ആളെ അപമാനിക്കലായിരിക്കും. അപ്പൊ അവരുടെ മുന്നിലേക്ക് വൻ വിഭവങ്ങളുമായിട്ടാണ് ആളുകൾ വരിക. അതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ ചില വ്യത്യസ്തങ്ങളായ രീതികൾ നാട്ടിലുണ്ടാകും. അത് ശർഈന് വിരുദ്ധമല്ലാത്തതാണെങ്കിൽ ശരീഅത്ത് അംഗീകരിക്കുകയും അത് മര്യാദയായി നടപ്പിലാക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് രൂപത്തിൽ മര്യാദകൾ വേർതിരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ആമുഖമായി സൂചിപ്പിച്ചു എന്നു മാത്രം. ഇനി ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം ഒന്നാമത്തെ മര്യാദ നമ്മൾ നേരത്തെ കേട്ടതുപോലെ അദബുസ്സലാം, സലാം പറയുന്നതിൻ്റെ മര്യാദയാണ് ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. അൽ അവൽ, ഒന്നാമത്തെ മര്യാദ, ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിം അലൈഹി ഖായിലൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഇൻ സല്ലമ അലൈക ഫഖുൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇദാ ലഖീത മുസ്ലിമൻ, നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ, ഫസല്ലിം അലൈഹി, അയാൾക്ക് സലാം പറയുക. ഖായിലൻ, എങ്ങനെയാണ് പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഇൻ സല്ലമ അലൈക, ഇനി അയാൾ നിനക്ക് സലാം പറഞ്ഞാൽ, ഫഖുൽ, നീ തിരിച്ചു പറയുക, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ ആർക്കാ അറിയാത്തത്. ഈ മര്യാദ, ഒന്നാമത്തെ ഈ മര്യാദയിൽ 3 മസ്അലകൾ ഷെയ്ഖ് സൂചിപ്പിച്ചിട്ടുണ്ട്. 3 മസ്അലകൾ അദ്ദേഹം തന്നെ വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. അതിനു മുന്നേ സലാം പറയുക എന്നത് സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അഭിവാദ്യം എന്നത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന ഇസ്ലാമിൻ്റെ അഭിവാദ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ മഹത്തായ ഒരു പ്രത്യേകതയാണ്, ഈ അഭിവാദ്യം ഏത് സമയത്തും നമുക്ക് പറയാം. ഒരാൾ സന്തോഷത്തിലായിരിക്കുമ്പോഴും ദുഃഖത്തിലായിരിക്കുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. അത് ഈ അഭിവാദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലും നമുക്ക് ഒരുപോലെ പറയാൻ പറ്റും. അതാണ് ഈ അഭിവാദ്യത്തിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ശ്രേഷ്ഠതകൾ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ, മുഅ്മിനീങ്ങളാവുന്നതുവരേക്കും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു,
നിങ്ങൾ പരിപൂർണ മുഅ്മിനുകളാവുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാവാൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. എപ്പോഴെങ്കിലും പറയാനല്ല, അഫ്ശുസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുക എന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇസ്ലാമിൽ ഏറ്റവും നല്ല കർമ്മം, പ്രവർത്തനം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, തുത്ഇമു ത്വആമ, നീ ഭക്ഷണം നൽകലാണ്, ഭക്ഷിപ്പിക്കലാണ്. വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും നീ സലാം പറയലുമാണ് ഇസ്ലാമിലെ ഏറ്റവും നല്ല ചില പ്രവർത്തനങ്ങൾ. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന് ഭക്ഷണം നൽകൽ, രണ്ടാമത്തത് അവിടുന്ന് പറഞ്ഞത് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയണം. മുസ്ലിമായ ആളുകളോട് പരിചയമുണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി. ഇന്ന് സുബ്ഹാനല്ലാഹ് പരിചയം മാത്രം പോരാ, നമ്മളാളുകളാവണം. സഹോദരങ്ങളെ, ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടതാണ് ഒരു മുസ്ലിമിനോട് സലാം പറയുക എന്നുള്ളത്. മുസ്ലിമാണോ സലാം പറയണം. സലാം പറയൽ മര്യാദയിൽപ്പെട്ടതാണ്. അത് നിനക്ക് പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും. മുസ്ലിമാണോ, നേരത്തെ കണ്ടു പരിചയമില്ലെങ്കിലും ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയണം. നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ്, ഈ ദീനിലെ വളരെ മഹത്തരമായ കർമ്മത്തിൽപ്പെട്ടതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. വഅത്ഇമു ത്വആമ, നിങ്ങൾ ഭക്ഷണം നൽകുക. വസിലുൽ അർഹാമ, കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക, എങ്കിൽ സുരക്ഷിതരായി സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ പഠിപ്പിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ആ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന് സലാം വ്യാപിപ്പിക്കാൻ പറഞ്ഞു, പിന്നെ ഭക്ഷണം നൽകാൻ പറഞ്ഞു, അതുപോലെ കുടുംബബന്ധം ചേർക്കാൻ പറഞ്ഞു, അതുപോലെ രാത്രി നിസ്കാരം. ഒരൊറ്റ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് സലാം പറയുന്നതിൻ്റെ ഏതാനും ചില ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ്. ഷെയ്ഖ് പറഞ്ഞു, ഇദാ ലഖീത മുസ്ലിമൻ, നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ, കണ്ടുമുട്ടുക എന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് നേരിട്ട് ഇങ്ങനെ കാണുക, നേർക്ക് നേരെ കാണുക എന്നതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം ഏതായിരിക്കും? രണ്ടാമത്തെ രൂപം ഫോണിലൂടെ, അതല്ലെങ്കിൽ ഒരു മറക്ക് അപ്പുറത്ത്, ആളെ കാണുന്നില്ല പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കത്തിലൂടെ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഇപ്പം മെസ്സേജ് അയക്കുമ്പോൾ അസ്സലാമു അലൈക്കും നമ്മൾ അയക്കാറുണ്ട്. അതാണ് രണ്ടാമത്തെ രൂപം. ഇങ്ങനെ നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അയാൾക്ക് സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന വാക്കിൻ്റെ അർത്ഥം, സഹോദരങ്ങളെ, നമ്മൾ സാധാരണ ഒറ്റ വാക്കിൽ അർത്ഥം വെക്കാറുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ടാവട്ടെ, അതിന് ശേഷം പിന്നെ റഹ്മത്തും ബറക്കത്തും, കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. യഥാർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്ന ആ വാക്കിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഒരാളോട് അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ആ ഒരൊറ്റ വാക്കിൽ ഉൾപ്പെടുക?
എല്ലാ ആപത്തിൽ നിന്നും, എല്ലാ രോഗത്തിൽ നിന്നും, ഭ്രാന്തിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും, അതിലുപരി നരകത്തിൽ നിന്നും അല്ലാഹു തആല നിന്നെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ വാക്കാണ് അസ്സലാമു അലൈക്കും എന്ന വാക്കിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു എന്നാണ്. ദുനിയാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടു. അയാൾക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോട് നമ്മൾ സുരക്ഷിതത്വം ചോദിക്കുകയാണ്, കാവലിനെ ചോദിക്കുകയാണ്, സംരക്ഷണം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര മഹത്തരമാണ് ഈ അഭിവാദ്യം എന്നത് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇതൊരിക്കലും നമ്മൾ വിസ്മരിച്ചു പോവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖ് പറഞ്ഞു, ഇദാ ലഖീത മുസ്ലിമൻ, നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ. കണ്ടുമുട്ടൽ നമ്മൾ പറഞ്ഞു രണ്ട് രൂപത്തിലാണ്. അവിടെ കണ്ടുമുട്ടിയാൽ എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ ആരോട് പറയണം എന്നതിന് കൂടി വിശദീകരണം വന്നിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസല്ലിമു റാകിബു അലൽ മാശി വൽ മാശി അലൽ ഖാഇദ് വൽ ഖലീലു അലൽ കസീർ. വാഹനത്തിൽ പോകുന്ന ഒരാൾ, വാഹനപ്പുറത്തുള്ള ആൾ നടക്കുന്ന ആൾക്ക് സലാം പറയണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. അതുപോലെ നടക്കുന്നയാൾ ഇരിക്കുന്നയാൾക്ക് സലാം പറയണം. ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയണം. ഒരു അദബ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, യുസല്ലിമു സഗീറു അലൽ കബീർ, ചെറിയവർ വലിയവരോട് സലാം പറയണം. വൽമാറു അലൽ ഖാഇദ്, നടക്കുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയണം. വൽ ഖലീലു അലൽ കസീർ, ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം. ഈ രീതി പാലിക്കാൻ സാധിച്ചാൽ അതാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയാണ്. ചെറിയവർ വലിയവരോട്, വാഹനത്തിൽ ഉള്ളവർ നടക്കുന്നവരോട്, അതുപോലെ നടക്കുന്നവർ ഇരിക്കുന്നവരോട്, ചെറിയ സംഘം വലിയ സംഘത്തോട്. ഇതാണ് അതിൻ്റെ ഒരു മര്യാദ. അത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ ഷെയ്ഖ് പറഞ്ഞ വാക്ക് ലഖീത മുസ്ലിമൻ എന്നാണ്. മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ, മുസ്ലിം അല്ലാത്ത ആളുകളോട് അങ്ങോട്ട് സലാം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്ദഉൽ യഹൂദ വന്നസാറാ ബിസ്സലാം, യഹൂദികളോടോ നസാറാക്കളോടോ നിങ്ങൾ സലാം കൊണ്ട് തുടങ്ങരുത്. അങ്ങോട്ട് പോയി അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പാടില്ല. എന്നാൽ അവരിങ്ങോട്ട് സലാം പറഞ്ഞാലോ, ചിലപ്പോൾ ചില ആളുകളുണ്ട് സലാം പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് സലാം പറയും. വ അലൈക്കും എന്ന് മാത്രം പറയുക, വ അലൈക്കും എന്ന് മാത്രം പറയുക, വ അലൈക്കുമുസ്സലാം എന്നില്ല. സഹോദരങ്ങളെ, ഇദാ ലഖീത മുസ്ലിമൻ, മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ, മുസ്ലിം അല്ലാത്തവർക്ക് അങ്ങോട്ട് പോയി സലാം പറയരുത്. മറിച്ച് അവർ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വ അലൈക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. രണ്ടാമത്തെ മസ്അല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് പരിപൂർണമായ രൂപം. ഇതാണ് പരിപൂർണമായ രൂപം. 3 രൂപത്തിൽ പറയാം. ഒന്ന് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. രണ്ടാമത്തെ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്നാമത്തെ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ 3 രൂപമാണ് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തിരിച്ച് സലാം മടക്കി എന്നിട്ട് പറഞ്ഞു അശ്റുൻ 10. വേറൊരാൾ വന്നു എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം തിരിച്ചു മടക്കി എന്നിട്ട് പറഞ്ഞു ഇശ്റൂൻ 20. മൂന്നാമതൊരാൾ വന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. അവിടുന്ന് തിരിച്ച് സലാം മടക്കി എന്നിട്ട് പറഞ്ഞു 30. അതിൽ നിന്ന് ഉലമാക്കൾ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ 10 പ്രതിഫലം കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 കിട്ടും. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇത് ശരിക്ക് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കു പറയാൻ ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ തെറ്റിക്കാതെ പറയാൻ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി ഉണർത്തുകയാണ്, ഇതൊക്കെ നമുക്ക് അറിയില്ലേ എന്നൊക്കെ തോന്നിപ്പോകാം. യഥാർത്ഥത്തിൽ പലപ്പോഴും ചില സലാം കേൾക്കുമ്പോൾ അത് അസ്സലാമു അലൈക്കും തന്നെയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. സ്പീഡിൽ തിരക്കിട്ട് പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഇനി ഒരാൾ സലാം പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറയണം. അസ്സലാം, അങ്ങനെയാണ് പലപ്പോഴും സലാം അടക്കാറുള്ളത്. ഇത് സഹോദരങ്ങളെ ദുആ ആണ്, പ്രാർത്ഥനയാണ്. നേരത്തെ പറഞ്ഞില്ലേ, അസ്സലാമു അലൈക്കും എന്നുള്ളത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. തെറ്റിച്ച് പറയരുത്. അക്ഷരം തെറ്റിയാൽ, ഹറക്കത്ത് തെറ്റിയാൽ അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, സംഗതി തന്നെ മാറും. ഉദാഹരണത്തിന് ആലിമുൻ എന്ന് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. ഐന്, അലിഫ്, പിന്നെ ലാമ്, പിന്നെ മീമ്. ഇത് ഹറക്കത്തില്ലാതെ എഴുതിയാൽ നമുക്ക് 2 രൂപത്തിലും വായിക്കാം. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന വാക്കുകൾ മനസ്സിലാക്കിയിട്ടാണ് അതിന് നമ്മൾ എന്ത് കൊടുക്കുക, ഹറക്കത്ത് കൊടുക്കുക. അത് ആലിമുൻ എന്നാണെങ്കിൽ പണ്ഡിതൻ എന്നാണ് അർത്ഥം. ലാമിന് കെസറാണെങ്കിൽ, ലാമിന് ഫത്ഹാണെങ്കിലോ, ആലമുൻ എന്നാണെങ്കിലോ ലോകം എന്നാണ് അർത്ഥം. ഒരൊറ്റ ഫത്ഹും കെസറും മാറിയാൽ സംഗതി തന്നെ മാറി. ഒരു ബന്ധമില്ലാത്ത അർത്ഥമാണ് അവിടെ നമുക്ക് കിട്ടുക. അതുകൊണ്ട് അസ്സലാമു അലൈക്കും ആ 10 കിട്ടുന്ന രൂപത്തിലെങ്കിലും നമ്മൾ പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറയരുത്. അസ്സലാമു അലൈക്കും അങ്ങനെയല്ല, അസ്സലാമു അലൈക്കും. എന്നാൽ 10 പ്രതിഫലം കിട്ടും. അതാണ് രണ്ടാമത്തെ മസ്അല. മൂന്നാൽ ഒരു രൂപം. എന്നേക്ക് അസ്സലാമു അലൈക്കും, അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ഡിതന്മാർ പറഞ്ഞു, സലാം പറയുക എന്നുള്ളത് സുന്നത്താണ്. അതിൽ ഇജ്മാ ഉണ്ട്. സലാം പറയൽ സുന്നത്താണ്. ഒരാളെ കണ്ടാൽ സലാം പറയൽ സുന്നത്താണ്, നിർബന്ധം അല്ല. ഇസ്ലാമിൻ്റെ ഒരു മര്യാദയാണ്. എന്നാൽ സലാം പറഞ്ഞാൽ, ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ തിരിച്ചു മടക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അതിലും ഇജ്മാ ഉണ്ട്. അപ്പം ഞാനും അവനായിട്ട് ബന്ധമില്ല, ഉണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സലാം പറഞ്ഞാൽ തിരിച്ചു മടക്കണം, അത് വാജിബാണ്. മൂന്നാമത്തെ മസ്അല ഷെയ്ഖ് പറഞ്ഞു, വഇൻ സല്ലമ അലൈക, ഇനി ഒരാൾ നിന്നോട് സലാം പറഞ്ഞാൽ ഫഖുൽ, നീ പറയുക വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് സഹോദരങ്ങളെ പരിപൂർണമായി പറയലാണ് അതിൻ്റെ നല്ല രൂപം. അള്ളാഹു പറഞ്ഞു, വഇദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളോടൊരാൾ ഇങ്ങോട്ട് അഭിവാദ്യം അർപ്പിച്ചാൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ, അതല്ലെങ്കിൽ സമാനമായത് തിരിച്ചു പറയുക. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പരിപൂർണമായി പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതും നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാം എന്നല്ല പറയേണ്ടത്, വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, അല്ലെങ്കിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്കും പറയാൻ ശ്രദ്ധിക്കണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് 10 അതല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 30 പ്രതിഫലം നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ വാക്കുകൾ തെറ്റിപ്പോകും. പ്രാർത്ഥനയാണിത്, ദുആ ആണ്, അത് തെറ്റിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, അവിടെ ഒരു മസ്അലയുണ്ട്. ഒരാൾ നേരെ വന്നിട്ട് ഇരിക്കുന്ന
ഒരാളോട് സലാം പറഞ്ഞു. അപ്പം ആ പറയപ്പെട്ട ആളാണ് മടക്കേണ്ടത്, അയാൾക്കാണ് നിർബന്ധമുള്ളത്. കേൾക്കുന്ന ആളുകളുടെ മേൽ എന്തില്ല, നിർബന്ധമില്ല. ഒറ്റക്ക് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ. എന്നാൽ ഒരു കൂട്ടത്തോട് സലാം പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു കൂട്ടത്തോട് സലാം പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരാൾ പറയൽ ഫർള് കിഫായയാണ്. എല്ലാവരും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പോൾ പുറത്ത് രണ്ടാളൊക്കെ ഉണ്ട്. ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഇയാളാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. സലാം അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ച് സലാം പറയൽ അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമാണ്, മറ്റേ മേൽ നിർബന്ധമില്ല. എന്നാൽ കൂട്ടമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു, സലാം അലൈക്കും എന്ന് പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരാൾ മടക്കിയാൽ ഫർള് കിഫായ പൂർത്തിയായി. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 മസ്അലകളാണ് ഷെയ്ഖ് തന്നെ വിശദീകരിച്ചത്. സഹോദരങ്ങളെ, അദബുസ്സലാം എന്നത് അതിൻ്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും അതിൻ്റെ പ്രതിഫലവും എല്ലാം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവമുള്ള മര്യാദയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.